നമ്മളപ്പോൾ കടയിൽ പോകണം ഗൈസ്. പിന്നെ ഈവനിങ് വാക്ക് ഉണ്ട്. കടയിൽ പോകണം, പിന്നെ വന്നിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ടില്ല തേങ്ങ. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ഫാസ്റ്റ് എടുത്ത് തീർക്കാൻ ശ്രമിക്കാം. വാ. മഴയൊക്കെ ആയിട്ട് പോലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴിയൊക്കെ, പ്രത്യേകിച്ച് ആറ്റിന്റെ സൈഡിലൊക്കെ ഇല്ല തേങ്ങ. ആ എന്തായാലും പോയി നോക്കാം. ശരിക്കും ഈ വഴി ഇവിടെ എത്തുമ്പോൾ ഫുൾ ഉറവകളാണ് ഗൈസ്. പിന്നെ അങ്ങറ്റമരം ഉറവയാണ് ഇത് തേങ്ങ. അതാണ് ആറ്റിന്റെ അടുത്തറായി. നമ്മൾ ആറ്റിനെത്തി നമ്മൾ അതിൽ കൂടെ ഒന്നില്ല, നമ്മൾ ഇതിൽ കൂടെ കയറി വന്ന്. കാരണം അവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട്, അതിന്റെ അപ്പുറത്ത് ഇടിഞ്ഞിട്ടപ്പോൾ നോക്കാൻ പറ്റില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇടിഞ്ഞു പറയാൻ പറ്റില്ല, പോയി നോക്കാം. ഇപ്പോൾ കഴിച്ച് നമ്മൾ പരുത്തിക്കുഴി ജംഗ്ഷൻ വഴി മല ചുറ്റിയാണ് വീട്ടിലേക്ക് പോകുന്നത്. തേങ്ങ ആറ്റ സൈഡ് കൂടെ പോകുന്നില്ല, മോള് അതൊക്കെ കയറിപ്പോ. നമ്മൾ ചിപ്പിച്ചിട്ട് വീട്ടിലാണ് തേങ്ങ വന്നത്. നേരിട്ട് പട്ടിനെടുത്ത് പിടിക്കാനാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോകും ഇവിടുന്ന്. അപ്പൊ കഴിച്ച് നടന്നു സാന്ദ്രച്ചിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ പൂച്ചയുടെ അടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ പൂച്ച വീണ്ടും പ്രസവിച്ച് പൂച്ചയുടെ അടുത്ത് കളിച്ചിരിക്കുകയാണ്. ആ അതാണ് ചെറുക്കനാണ് ഇത്. അമ്മ ഓടി, അമ്മക്ക് അതാ ഇവൻ ഭയങ്കര മഴയത്ത് കളിയെന്നാ പറയണത്. ഇവൻ മഴയത്ത് കളിച്ചിട്ട് പനി വരുത്തണ. ആ ചുമയാണ്. നമ്മൾ മല ചുറ്റി വീട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ചോറ് കിട്ടിയതുകൊണ്ട് നമുക്ക് രാത്രി വീട്ടിൽ വിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ചു. അപ്പൊ നമുക്ക് ചേച്ചി ചോറ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിൽ വിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങ രക്ഷപ്പെട്ട് അടുപ്പത്തിക്കണ്ട അല്ല തേങ്ങ. അതാണ്. അപ്പൊ കഴിച്ച് നമ്മൾ മലയുടെ മുകളിലത്തെ ബസ് സ്റ്റോപ്പ് എത്താറായി. ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറി മലയുടെ മുകളിൽ കൂടെ കയറി പോകണം അല്ല തേങ്ങ. അതൊക്കെ പോവാം. അപ്പൊ കഴിച്ച് ഇനി പതുക്കെ മല കയറണം. അവിടെ നിന്ന് കയറി മെയിൻ റോഡിൽ നിന്ന് കയറി ഇനി പതുക്കെ പോവാം അല്ല തേങ്ങ. വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പൊ കഴിച്ച് നമ്മൾ തിരിച്ചെത്താറായി, വീടെത്താറായി. ഇരുട്ടുമ്പോൾ എത്തില്ല നിശോ, വല്ലാണ്ട് കിട്ടിയില്ല ഭാഗ്യം. അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്തി ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇരുട്ടുമ്പോൾ വീട്ടിലെത്തി.